ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൈസ് ആക്ഷൻ വ്യൂ, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലുള്ള ഫ്യൂച്ചറിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസും റെഫറൻസ് പോയിന്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നാളത്തേക്ക് നമ്മൾ എന്റെ ഒരു ട്രേഡ് സെറ്റപ്പ് ഞാൻ നോക്കുന്നത്, ഇപ്പം നിഫ്റ്റി ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നാളത്തേക്ക് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ, നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്താണ്. ചെറിയൊരു സപ്പോർട്ടാണ്. 900 ഏരിയ ആണ്. ഒരു 25,890 ടു 900 ലെവൽ ഒരു സപ്പോർട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിന്റെ താഴേക്ക്, അതായത് 890യുടെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഫർദർ ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു 900 ലെവൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാല് മാർക്കറ്റിൽ ഒരു 25,740 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണിത്. പലതവണ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ട് ചെയ്ത ഒരു ഏരിയ ആണ്. ഓക്കെ, ഒരു ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ഒരു 25,700 ടു 740. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. പലതവണ മാർക്കറ്റ് അവിടുന്ന് ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വെക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 800 ലെവലോട് കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് മാർക്കറ്റ്, ഒരു പ്രീവിയസ് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 800 ലെവൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ലെവൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ നോക്കുക. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു 750 740 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിലുള്ള മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് നിങ്ങൾ പൊസിഷന്റെ ക്യാരി ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡ് എക്സിറ്റ് ചെയ്ത് മാറണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നാളത്തേക്ക് ഒരു അപ് സൈഡിലേക്കുള്ള ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. 26,000ന്റെ മുകളിൽ മാത്രമേ ഞാനൊരു അപ് സൈഡിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. 26,000ന്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 26,050 ഏരിയയുടെ മുകളിൽ ഈ ഒരു ലെവൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 26,050 ടു 26,040 ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു അപ് സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഞാൻ അപ് സൈഡിലേക്ക് നാളത്തേക്ക് കൺസിഡർ ചെയ്യുന്ന ലെവലാണിത്. അപ്പൊ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം മുകളിലോട്ട് നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 26,120 ഏരിയ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ടാർഗറ്റ് 26,200 ടു 30. ആ ഒരു ലെവൽ, നമുക്ക് ആ ഒരു ലെവൽ വരെ എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതേപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 26,250 ടു 26,320 ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. പ്രീവിയസ് നമ്മൾ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ആ ഒരു ഏരിയയിൽ നിന്ന് പലതവണ റിജക്ട് ചെയ്ത ഒരു ഏരിയ ആണ്. ഒക്കെ അത് വളരെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ അടുത്ത് നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് റിവേഴ്സ് ആയി മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു വ്യൂവിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഈ ഒരു 740 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് നോക്കാവുന്നതാണ്. പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ലെവലിന്റെ ഈ ഒരു സപ്പോർട്ട് സോണിന്റെ താഴെയായിട്ട് ഒരു 680, 25,680യുടെ താഴെയായിട്ട്, 85ന്റെ താഴെയായിട്ട് ഒരു 50 മിനിറ്റിന്റെ ക്യാനിൽ ക്ലോസ് ചെയ്ത് ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന നിഫ്റ്റിയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് 25,450, 25,340 ഒക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നാളത്തേക്ക് ഈ ഒരു ലെവലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ നാളത്തേക്ക് നമ്മൾ പറഞ്ഞ ലെവൽസ് നിങ്ങൾ ചാർട്ട്സിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഞാൻ നേരെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടായ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലേക്ക് പോവാണ്. അപ്പൊ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പം നിഫ്റ്റിയിൽ രാവിലെ തന്നെ മാർക്കറ്റിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ഇൻസൈഡ് റേഞ്ചിലായിരുന്നു മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് രാവിലെ തന്നെ ഒരു പുവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്ന്
റീടെസ്റ്റ് എടുക്കാനുള്ള ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നമുക്കൊരു റഫറൻസ് പോയിന്റ് ആയിട്ട്, അതായത് ഫ്യൂച്ചർ ലെവലിലെ 26,100 ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യാവുന്നതാണ്. അതൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതായത് നിഫ്റ്റിയിൽ സ്പോട്ട് പ്രൈസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈ ഏരിയ, ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഒരുപക്ഷെ മാർക്കറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ 740 ലെവലിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് വരുന്നത്. അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ തന്നു കഴിഞ്ഞാൽ ഞാനൊരു ടാർഗറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റഫറൻസ് ഏരിയ ആണ് ഈ ഒരു ലെവല്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് ഈ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്, വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റഫറൻസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ POC ലെവൽസും. ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതായത് 26,025 ലെവലാണ് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 25,930 ലെവല്. അപ്പം ഈ ഒരു ലെവൽ എന്തിനാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അടുത്ത ദിവസത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ഏരിയന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈഡ് വേസിനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ, ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നാളത്തെ ഓപ്പണിംഗ് ഈ ഒരു വാല്യൂ ഏരിയന്റെ ലോയുടെ താഴെയായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യുക, 25,935 താഴെയായിട്ട് ഫ്യൂച്ചറിൽ നാളെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം താഴേക്ക് പോകുന്ന സമയത്ത് ഫ്യൂച്ചറിന്റെ ഒരു റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു POC ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു POC ലെവൽ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 25,872 ആ ഒരു ലെവൽ POC ലെവലാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് ഒരു റഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പൊ ഫ്യൂച്ചർ ചാർട്ട് വാച്ച് ചെയ്യുന്നതൊക്കെ ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. 25,760 ലെവൽ ഒരു സിംഗിൾ പ്രിന്റ് ഏരിയ ആണ് നിഫ്റ്റിയുടെ. അതൊരു സപ്പോർട്ട് സോണായിട്ട് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം താഴേക്ക് ഒരു മൂവ്മെന്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ലെവലാണ്. ഓക്കെ. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പും സ്ട്രാറ്റജിയായിട്ട് കണക്ട് ചെയ്ത് മാച്ച് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് പോവുക. നമ്മൾ പലപ്പോഴും പറയുന്ന ലെവൽസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. അവര് ട്രേഡ് എടുത്ത് അത് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നിങ്ങൾ ലെവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വിക്സ് ലോ ആയ കാരണം നമ്മൾ ആ ലൈവ് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം വരും ദിവസങ്ങളിൽ ജാനുവരി ഫസ്റ്റ് മുതൽ നമ്മൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ആർക്കെങ്കിലും നമ്മളോടൊപ്പം സൂമില് ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.